പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്നത്തെ വീഡിയോയിൽ ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്യാൻ പോകുന്നത് നമ്മൾ എന്തിനാണ് യൂട്യൂബിൽ വീഡിയോസ് പോസ്റ്റ് ചെയ്യുന്നത്? യൂട്യൂബിൽ നിന്നും ഒരു വരുമാനം ലഭിക്കാൻ അല്ലേ? യൂട്യൂബിൽ നിന്നും വരുമാനം ലഭിക്കണമെങ്കിൽ യൂട്യൂബിൻ്റെ ക്രൈറ്റീരിയ നമ്മൾ പാലിച്ചിരിക്കണം. അതായത് 1000 സബ്സ്ക്രൈബറും 4000 പബ്ലിക് വാച്ച് അവറും 365 ദിവസത്തിനുള്ളിൽ ലഭിച്ചിരിക്കണം. അല്ലെങ്കിൽ 90 ദിവസത്തിനുള്ളിൽ 10 മില്യൺ ഷോർട്സ് വ്യൂസ് ലഭിച്ചിരിക്കണം. ഇത്രയും കാര്യങ്ങൾ കംപ്ലീറ്റ് ആയിട്ടുണ്ടെങ്കിൽ യൂട്യൂബിൻ്റെ മോണിറ്റൈസേഷന് വേണ്ടി നമുക്ക് അപ്ലൈ ചെയ്യാവുന്നതാണ്. മോണിറ്റൈസേഷന് വേണ്ടി അപ്ലൈ ചെയ്യുമ്പോൾ എന്തൊക്കെ കാര്യങ്ങൾ ശ്രദ്ധിക്കണം, എങ്ങനെ അപ്ലൈ ചെയ്യണം എന്നതിനെക്കുറിച്ചാണ് ഈ വീഡിയോയിൽ വിശദമായി ഞാൻ പറഞ്ഞു തരുന്നത്. അതിനുമുമ്പ് നിങ്ങൾ ഈ ചാനൽ ആദ്യമായാണ് കാണുന്നതെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ നിങ്ങളുടെ കൂട്ടുകാർക്ക് വേണ്ടി ഈ വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. എൻ്റെ ചാനലിൻ്റെ ഡാഷ്ബോർഡ് ആണിപ്പോൾ നിങ്ങൾ കാണുന്നത്. ഇതിലിപ്പോൾ ക്രൈറ്റീരിയ മുഴുവൻ കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇനി ഇതിൻ്റെ മോണിറ്റൈസേഷൻ പേജിലേക്ക് പോകാം. അതിനുവേണ്ടി ഏൺ എന്ന ടാബിൽ ക്ലിക്ക് ചെയ്താൽ ഇത്തരത്തിലുള്ളൊരു പേജാണ്. നമ്മുടെ 1000 സബ്സ്ക്രൈബറും 4000 വാച്ച് അവറും കംപ്ലീറ്റ് ആയാൽ, അല്ലെങ്കിൽ 10 മില്യൺ വ്യൂസ് കംപ്ലീറ്റ് ആയാൽ നമുക്ക് ഇത്തരത്തിലുള്ളൊരു പേജാണ് ലഭിക്കുക. അപ്പോൾ ഇവിടെ അപ്ലൈ നൗ എന്നൊരു ബട്ടൺ ആണ് വന്നിരിക്കുന്നത്. വേറൊന്നും നോക്കാനില്ല, അപ്ലൈ നൗ എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോൾ ഇത്തരത്തിലുള്ളൊരു പേജാണ് വരിക. ഇതിൽ 3 സ്റ്റെപ്പായിട്ട് ഓരോ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. അതിൽ ആദ്യത്തേത് റിവ്യൂ ബെസ്റ്റ് ടൈംസ്, രണ്ടാമത്തേത് സൈൻ അപ്പ് ഫോർ ആഡ്സൻസ് ഫോർ യൂട്യൂബ്, ലാസ്റ്റിലുള്ളത് റിവ്യൂ ആണ്. അത് നമ്മളല്ല ചെയ്യേണ്ടത്, യൂട്യൂബാണ്. അപ്പോൾ ആദ്യത്തെ സ്റ്റെപ്പ് നോക്കാം. റിവ്യൂ ബെസ്റ്റ് ടൈംസ്, അത് നോട്ട് സ്റ്റാർട്ടഡ് എന്നാണ് കാണിക്കുന്നത്. നമുക്ക് താഴെയുള്ള സ്റ്റാർട്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യാം. ക്ലിക്ക് ചെയ്യുമ്പോൾ വരുന്ന വിൻഡോയിൽ യൂട്യൂബിൻ്റെ കുറേ ടേംസ് ആൻഡ് കണ്ടീഷൻസ് ആണ് വരുന്നത്. കുറച്ചധികമുണ്ട്. ഇതിൽ താഴോട്ട് വരുമ്പോൾ ഏറ്റവും താഴെ ഐ ആക്സെപ്റ്റ് ദി ബേസ് ടേംസ് എന്നൊരു ചെക്ക് ബോക്സ് കാണാം. അത് ക്ലിക്ക് ചെയ്ത ശേഷം ആക്സെപ്റ്റ് ടേംസ് കൊടുക്കുക. അപ്പോഴേക്കും നോട്ട് സ്റ്റാർട്ടഡ് എന്നത് മാറി ഡൺ എന്ന് വരുന്നതായിരിക്കും. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് സ്റ്റെപ്പ് കംപ്ലീറ്റ് ആയി. ഇനി നമ്മൾ ചെയ്യാൻ പോകുന്നത് ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടാക്കാനാണ്. നമ്മുടെ പേയ്മെൻറ്റ് കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ ആഡ്സെൻസ് അക്കൗണ്ട് വഴിയാണ്. അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സ്റ്റാർട്ട് എന്ന ബട്ടണിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ ഇങ്ങനൊരു പേജ് വരും. നിങ്ങൾക്ക് നിലവിൽ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആദ്യത്തെ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. യെസ്, ഐ ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട്. ഇനിയിപ്പോൾ ആഡ്സെൻസ് അക്കൗണ്ട് ഇല്ല എങ്കിൽ അടുത്ത ഓപ്ഷനായ നോ ഐ ഡോണ്ട് ഹാവ് ആൻ എക്സിസ്റ്റിംഗ് അക്കൗണ്ട് ക്ലിക്ക് ചെയ്യാം. എന്നിട്ട് കണ്ടിന്യൂ കൊടുക്കുക. അപ്പോൾ ചാനലിൻ്റെ മെയിൽ ഐ ഡി വരുന്നതായിരിക്കും. അത് പാസ്വേഡ് കൊടുത്ത് ഓപ്പൺ ചെയ്യാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് നിലവിൽ വേറെ ആഡ്സെൻസ് അക്കൗണ്ട് ഉണ്ടെങ്കിൽ ആ മെയിൽ ഐ ഡി വേണം ഇവിടെ കൊടുക്കാൻ. അത് കൊടുത്തു കഴിയുമ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്കാണ് പോകുന്നത്. ഇവിടെ യുവർ ചാനൽ, അതായത് യുവർ ചാനലിന് നേരെ നിങ്ങളുടെ ചാനലിന് ലിങ്ക് വരുന്നതായിരിക്കും. അടുത്തത് കൺട്രി സെലക്ട് ചെയ്ത് കൊടുക്കാനാണ്. നിങ്ങൾ ഇന്ത്യയിൽ നിന്നാണെങ്കിൽ കൺട്രി ഇന്ത്യ എന്ന് തന്നെ സെലക്ട് ചെയ്ത് കൊടുക്കണം. നിങ്ങളുടെ ഐ ഡി പ്രൂഫിലുള്ള കൺട്രി തന്നെ ആയിരിക്കണം ഇവിടെ സെലക്ട് ചെയ്ത് കൊടുക്കുന്നത്. ശേഷം വരുന്ന ടേംസ് ആൻഡ് എഗ്രിമെൻറ്റ് ഓപ്ഷൻസ് ക്ലിക്ക് ചെയ്തതിന് ശേഷം സെറ്റപ്പ് അക്കൗണ്ട് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ നമ്മൾ അടുത്ത ഒരു പേജിലേക്കാണ് വരുന്നത്. ഇവിടെയാണ് നമ്മൾ നമ്മുടെ പേഴ്സണൽ ഇൻഫോർമേഷൻ കൊടുക്കേണ്ടത്. അതായത് നമ്മുടെ പേരും അഡ്രസ്സും കോൺടാക്ട് നമ്പർ എല്ലാം കൊടുക്കണം. ഇതിൽ ആദ്യം ചോദിച്ചേക്കുന്നത് അക്കൗണ്ട് ടൈപ്പാണ്. ഇവിടെ നിങ്ങൾ ഇൻഡിവിജ്വൽ വേണം സെലക്ട് ചെയ്ത് കൊടുക്കാൻ.
ശേഷം നിങ്ങൾ നിങ്ങളുടെ പേര് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അടുത്തത് അഡ്രസ് 1-ൽ നിങ്ങളുടെ കംപ്ലീറ്റ് അഡ്രസ് ഡീറ്റെയിൽസ് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ ID പ്രൂഫിലുള്ള അതേ അഡ്രസ്സ് വേണം ടൈപ്പ് ചെയ്ത് കൊടുക്കാൻ. ഇനി നിങ്ങൾ അഡ്രസ്സ് 2 എന്ന സ്ഥലത്ത് കോണ്ടാക്ട് നമ്പർ എന്ന് ടൈപ്പ് ചെയ്ത് നിങ്ങളുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്ത് കൊടുക്കുക. എന്തെങ്കിലും കാരണത്താൽ നിങ്ങളുടെ അഡ്രസ്സ് കണ്ടെത്താൻ കഴിയാതെ വരികയാണെങ്കിൽ നിങ്ങളെ കോണ്ടാക്ട് ചെയ്യാൻ ഈ നമ്പർ ഉപകരിക്കും. അതിനുശേഷം നിങ്ങളുടെ സ്റ്റേറ്റ് സെലക്ട് ചെയ്ത് കൊടുക്കുക. ഫോൺ നമ്പർ നമ്മൾ നേരത്തെ കൊടുത്തിട്ടുള്ളതിനാൽ ഇവിടെ കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. വേണമെങ്കിൽ മുകളിലത്തെ നമ്പർ ഒന്നുകൂടി ഇവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കാവുന്നതാണ്. ഇത്രയും ചെയ്തതിന് ശേഷം താഴെ സബ്മിറ്റ് ബട്ടൺ ക്ലിക്ക് ചെയ്യുക. നമ്മൾ കൊടുത്ത കാര്യങ്ങളെല്ലാം റിവ്യൂ ചെയ്തതിന് ശേഷം എല്ലാം ഓക്കെ ആണെങ്കിൽ ആഡ്സെൻസ് അക്കൗണ്ട് ക്രിയേറ്റ് ആവുന്നതാണ്. ഈ വിൻഡോ ഓട്ടോമാറ്റിക്കായിട്ട് യൂട്യൂബിലേക്ക് റീഡയറക്റ്റ് ആവുന്നതാണ്. കുറച്ച് ടൈം ഒന്ന് വെയിറ്റ് ചെയ്താൽ മതി. ഇനി ആയില്ലെങ്കിൽ റീഡയറക്റ്റ് ടു യൂട്യൂബ് എന്ന ബട്ടൺ ക്ലിക്ക് ചെയ്താലും മതി. ഇപ്പോൾ നമ്മുടെ ചാനലിലേക്ക് നമ്മൾ തിരിച്ചു വന്നിരിക്കുകയാണ്. ഇതിൽ സ്റ്റെപ്പ് 2 നോട്ട് സ്റ്റാർട്ടർ എന്നാണ് നിന്നിരുന്നത്. അത് മാറി ഇനി ഇൻ പ്രോഗ്രസ് എന്നതിലേക്ക് ആവുന്നതാണ്. ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ ഒന്നും ചെയ്യാനില്ല. ഇനി ചെയ്യേണ്ടത് യൂട്യൂബാണ്. യൂട്യൂബ് നമ്മുടെ ചാനൽ റിവ്യൂ ചെയ്യും. അതാണ് സ്റ്റെപ്പ് 3. ഇവിടെ നമ്മുടെ ചാനലിലെ എല്ലാ വീഡിയോസും ഡിസ്ക്രിപ്ഷനും എന്ന് വേണ്ട എല്ലാ കാര്യങ്ങളും യൂട്യൂബ് ചെക്ക് ചെയ്യും. അതിന് ചിലപ്പോൾ കുറച്ച് ദിവസങ്ങൾ എടുത്തേക്കാം. ഇനി ഞാൻ റിവ്യൂ കഴിഞ്ഞതിന് ശേഷമുള്ള ദിവസത്തെ സ്ക്രീൻ കാണിക്കാം. ഇങ്ങനെയുള്ള ഒരു പേജ് ആയിരിക്കും നമുക്ക് യൂട്യൂബിൻ്റെ റിവ്യൂവിന് ശേഷം ചാനലിലെ കണ്ടന്റ് എല്ലാം ഓക്കെ ആണെങ്കിൽ നമുക്ക് ലഭിക്കുന്നത്. അതായത് നമ്മുടെ മോണിറ്റൈസേഷൻ അപ്ലൈ ചെയ്തത് യൂട്യൂബ് അപ്രൂവ് ചെയ്തിരിക്കുന്നു. ഇനി നമുക്ക് നമ്മുടെ ചാനലിലെ മോണിറ്റൈസേഷൻ സെറ്റിംഗ്സ് എല്ലാം ഓൺ ആക്കണം. അതിനുവേണ്ടി ലെറ്റ്സ് ഗോ ബട്ടൺ ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഇങ്ങനെ ഒരു പേജാണ് ഓപ്പൺ ആയി വരുന്നത്. ഇവിടെ ഞാൻ എല്ലാം മോണിറ്റൈസേഷൻ എല്ലാം ഓൾറെഡി എനേബിൾ ആക്കിയിട്ടുണ്ട്. എങ്കിലും നിങ്ങൾക്ക് വേണ്ടി പറഞ്ഞു തരാം. ഇവിടെ ഓവർവ്യൂ എന്ന ടാബിൽ നോക്കുകയാണെങ്കിൽ വാച്ച് പേജ് ആഡ്, ഷോർട്സ് ഫീഡ് ആഡ്സ്, മെമ്പർഷിപ്പ്, ഇതിൻ്റെ എല്ലാം താഴെ ഗെറ്റ് സ്റ്റാർട്ട് എന്ന ബട്ടൺ ഉണ്ടാവും. അപ്പോൾ വരുന്ന ടേംസ് ആൻഡ് കണ്ടീഷൻസ് അക്സെപ്റ്റ് ചെയ്ത് മോണിറ്റൈസേഷൻ എനേബിൾ ചെയ്യാവുന്നതാണ്. ഇതെല്ലാം ഓണാക്കി വെക്കുന്നതിലൂടെ നമ്മുടെ ചാനലിൽ നിന്നുള്ള വരുമാനം സ്റ്റാർട്ട് ചെയ്യുന്നതാണ്. അടുത്ത് സൂപ്പേഴ്സ് എന്ന ടാബ് ക്ലിക്ക് ചെയ്ത് ഈ 3 കാര്യങ്ങളും എനേബിൾ ചെയ്ത് വയ്ക്കുക. അതായത് സൂപ്പർ ചാറ്റ്, സൂപ്പർ സ്റ്റിക്കേഴ്സ്, പിന്നെ സൂപ്പർ താങ്ക്സ്. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് ഓണാക്കി വെക്കേണ്ടത്. ഇനി നമുക്ക് കണ്ടന്റ് എന്ന ടാബിൽ ക്ലിക്ക് ചെയ്ത് നമ്മുടെ വീഡിയോസിൽ മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ടോ എന്ന് ചെക്ക് ചെയ്യാം. ഇവിടെ എല്ലാ വീഡിയോകൾക്കും മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഷോർട്സ് വീഡിയോസും അതിനെല്ലാം മോണിറ്റൈസേഷൻ എനേബിൾ ആയിട്ടുണ്ട്. ഇനി നമ്മൾ അനലിറ്റിക്സിൽ നോക്കുകയാണെങ്കിൽ എസ്റ്റിമേറ്റഡ് റവന്യൂ എന്നിടത്ത് ഡോളർ സ്റ്റാർട്ട് ചെയ്യാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഈ വീഡിയോയിൽ നിന്നും നിങ്ങൾക്ക് മോണിറ്റൈസേഷന് വേണ്ടി എങ്ങനെ അപ്ലൈ ചെയ്യാം, എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ട്, എങ്ങനെയാണ് മോണിറ്റൈസേഷൻ വീഡിയോകൾക്ക് എനേബിൾ ചെയ്യുന്നത് എന്ന കാര്യങ്ങളെല്ലാം മനസ്സിലായിട്ടുണ്ടെന്ന് കരുതുന്നു. വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങളും സംശയങ്ങളും കമൻറ്റ് ചെയ്ത് അറിയിക്കാവുന്നതാണ്. ഇതുപോലെ നിങ്ങൾക്ക് ഉപകാരപ്രദമായ വീഡിയോകൾ സ്ഥിരമായി ലഭിക്കുവാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യുവാണെങ്കിൽ ഞാൻ അപ്ലോഡ് ചെയ്യുന്ന വീഡിയോകൾ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും.